ക്യാരറ്റിന്റെ മധുരവും അമുൽ നെയ്യിന്റെ ഗുണവും ഒപ്പം ഡ്രൈ ഫ്രൂട്ട്സും ചേർന്ന ഗാജർ ഹൽവ അഥവാ ക്യാരറ്റ് ഹൽവ ഒരു ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്ന നല്ലൊരു സ്വീറ്റ് ഡിഷാണ്. അമുൽ കൊണ്ട് നമുക്കിത് അനായാസം വീട്ടിലുണ്ടാക്കാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: 3 കപ്പ് അല്ലെങ്കിൽ 750 മില്ലി അമുൽ താജ മിൽക്ക്, 200 ഗ്രാം അമുൽ മിഠായി മേറ്റ്, 4 ടേബിൾ സ്പൂൺ അമുലിന്റെ നെയ്യ്, തൊലി നീക്കിയ 8 ഇടത്തരം ക്യാരറ്റ്, പഞ്ചസാര 4 സ്പൂൺ അല്ലെങ്കിൽ പാകത്തിന്, കശുവണ്ടി 10 അല്ലെങ്കിൽ 15 എണ്ണം, വെളുത്ത ഉണങ്ങമുന്തിരി 1 പിടി, 1/3 സ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ള് കുങ്കുമപ്പൂവ്. രുചികരമായ ഗാജർ ഹൽവ ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ പ്രധാന ചേരുവയായ ക്യാരറ്റ് എടുത്ത് നേരിയതായി ചിരകിയെടുക്കുക. അതിനുശേഷം കശുവണ്ടി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി പാചകം തുടങ്ങാം. അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അമുലിന്റെ നെയ്യ് ചേർക്കുക. ഇതിലേക്ക് ചരുകി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് നെയ്യിനെ നന്നായി ആഗിരണം ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് അമുൽ താജ മിൽക്ക് ചേർക്കുക. പാലും ക്യാരറ്റും നന്നായി ഇളക്കി ചേർക്കുക. അതിനുശേഷം ഇത് വേവാൻ അനുവദിക്കുക. പാൽ സാവധാനത്തിൽ തിളയ്ക്കാൻ തുടങ്ങും. ക്യാരറ്റ് പതുക്കെ അമുൽ താജ മിൽക്ക് ആഗിരണം ചെയ്യുവാൻ തുടങ്ങും. ഇപ്പോൾ ഏലക്കപ്പൊടിയും കുങ്കുമപ്പൂവും ചേർക്കേണ്ട സമയമായിരിക്കുകയാണ്. മധുരത്തിനു വേണ്ടി അമുലിന്റെ മിഠായി മേറ്റും പിന്നാലെ പഞ്ചസാരയും ചേർക്കുക. മിശ്രിതം തിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 15-20 മിനിറ്റ് കൊണ്ട് പാൽ പൂർണ്ണമായി വറ്റുകയും മിശ്രിതം നല്ല കട്ടിയാവുകയും ചെയ്യും. ഇതിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കുക. നോക്കൂ, ഇപ്പോൾ ഇതിനൊരു റോയൽ ലുക്ക് ആയിരിക്കുന്നു. ഇളക്കുന്നത് തുടരുക. പാൽ പൂർണ്ണമായി വറ്റിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഗാജർ ഹൽവ ഇങ്ങനെ ചൂടോടെ ഊതി ഊതി കഴിക്കണം. അതാണ് അതിന്റെ ഒരു രസം. ഇനി തണുത്തത് ഇഷ്ടമുള്ളവർക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. ഏതു തരത്തിലായാലും മധുര പലഹാരങ്ങളുടെ ലിസ്റ്റിൽ ഗാജർ ഹൽവ 1ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും.